ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 28 വാക്യം. അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഭൗതിക കാര്യങ്ങളെ ആത്മീയ വിഷയമായി കണ്ട് അമിത പ്രാധാന്യം കൊടുക്കുന്നവരാണ് ലോകത്തിലെ ഭൂരിഭാഗം പേരും. ദൈവം ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നവനല്ലാതിരിക്കുമ്പോൾ അത് കാര്യമായി എടുക്കാതെ സ്ഥലത്തിന്, മലകൾക്ക്, നദികൾക്കൊക്കെ അമിത പ്രാധാന്യം നൽകി അതിനെ ആരാധിക്കുന്ന നിലവാരത്തിലേക്ക് താഴുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന യേശുവിൻ്റെ വാഗ്ദത്തം ഭൂമിയിലെ എല്ലായിടവും ദൈവത്തിന് ഒരുപോലെയാണ് എന്നതിനെ വ്യക്തമാക്കുന്നു. ഇവിടെ അത്തരത്തിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഭവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വൈകാരികമായി ആത്മീയ കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയ ഒരു സ്ത്രീയെ യേശു തിരുത്തുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ 2 സന്ദേശങ്ങളിൽ യേശുവിൻ്റെ അമ്മയായ മറിയ എത്ര അനുഗ്രഹീതയാണ്, ദൈവം തനിക്ക് നൽകിയ കൃപ എത്ര വലുതാണ് എന്നതെല്ലാം നാം ചിന്തിച്ചു. എന്നാൽ ദൈവം കൊടുത്തിരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം അതേ മറിയയ്ക്ക് നൽകുന്ന ഒരു വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം കൂടെയാണിവിടെ. യേശുവിനെ ചുമന്ന ഉദരവും പോഷിപ്പിച്ച മാറിടങ്ങളും എത്ര ഭാഗ്യമുള്ളത് എന്നതാണ് ഒരു സ്ത്രീ വിളിച്ചു പറയുന്നത്. യേശുവിൻ്റെ അമ്മയാകാൻ തനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ യേശു വ്യക്തമാക്കുന്നത്, ഇത്തരത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ ഈ ഭൂമിയിൽ ലഭിച്ചാലും അതൊന്നും നിത്യത ദൈവത്തോടൊപ്പം ചെലവിടുവാൻ മാനദണ്ഡങ്ങളല്ല. അതിന് ദൈവവചന അനുസരണമാണ് ദൈവം ആവശ്യപ്പെടുന്നത് എന്നാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനേകരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. പലരും ആ മനുഷ്യരെ അമിത സവിശേഷതകളുള്ളവരായി കാണുകയും ആരാധിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ. ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നാലും ദൈവവചനം അനുസരിക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.